അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. നമ്മൾ ഇന്നലെ ബാബുൽ ഇസ്തിദ്വാബത്ത് അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു നമ്മൾ ആദാബു ഖളാഇൽ ഹാജതി, നമ്മൾ വിസർജന സ്ഥലത്ത് പാലിക്കേണ്ട മര്യാദകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നത് ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച ഉണ്ടായിരുന്നു. ഏതായാലും അതിലെ മദ്ഹബുകളെ ഒന്നുകൂടി നമുക്ക് നോക്കാം, അതിലുള്ള അഭിപ്രായങ്ങൾ. ആ ഒരു വിഷയത്തിൽ ഖിബിലക്ക് മുന്നിടലും പിന്നിടലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആ അഭിപ്രായ വ്യത്യാസങ്ങളെ ഒന്നുകൂടി പറയുകയാണ്. എല്ലാവരും അത് ശ്രദ്ധിക്കാം. അതിൽ നമ്മൾ പറഞ്ഞിരുന്ന ഒന്നാമത്തെ അഭിപ്രായം, അത് മദ്ഹബ് മാലിക്കിൻ വ ഷാഫിഈ റഹിമഹുല്ലാഹു തആല, മാലിക്കി മദ്ഹബിലെയും ഷാഫിഈ മദ്ഹബിലെയും അഭിപ്രായമായിരുന്നു. എന്താണ്? അന്നഹു യഹ്റുമു ഇസ്തിഖ്ബാലുൽ ഖിബ്ലതി ഫി സ്വഹറാഇ ബിൽ ബൗലി വൽ ഗായിതി വല യഹ്റുമു ദാലിക ഫിൽ ബിന്യാൻ. മരുഭൂമിയിലാണെങ്കിൽ മൂത്രിക്കാനും കാഷ്ടിക്കാനും ഖിബ്ലക്ക് മുന്നിട്ട് ഇരിക്കൽ ഹറാമാണ്. അത് കെട്ടിടങ്ങളുടെ ഉള്ളിൽ വെച്ചാണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞിരുന്നു. രണ്ടാമതായിട്ടുള്ള ഒരഭിപ്രായം, അന്നഹു ലാ യജൂസു ദാലിക ലാ ഫിൽ ബിന്യാൻ വലാ ഫി സ്വഹറാ. മരുഭൂമിയിലാണെങ്കിലും ഖിബ്ലക്ക് മുന്നിട്ട് ഇരിക്കാൻ പറ്റൂല, ഇനി കെട്ടിടങ്ങൾക്കുള്ളിലാണെങ്കിലും പറ്റൂല. രണ്ട് നിലക്കാണെങ്കിലും ഖിബ്ലക്ക് മുന്നിട്ട് ഇരിക്കാൻ പറ്റൂല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ അഭിപ്രായം. ഇത് ഇമാം മുജാഹിദ് എന്നിവരുടെയും ഇബ്രാഹിം നഖഈ എന്നിവരുടെയും സുഫിയാൻ സൗരി എന്നിവരുടെയൊക്കെ താബിഈങ്ങളിൽ പ്രബലരായ ആളുകളാണ്. ഇവരൊക്കെ ഈ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ മൂന്നാമത്തെ അഭിപ്രായം, ജവാസു ദാലിക ഫിൽ ബിന്യാനി വസ്സുഹറാഇ ജമീഅൻ. ഖിബ്ലക്ക് മുന്നിട്ട് ഇരിക്കൽ കെട്ടിടങ്ങളിലുള്ളിലാണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും ഒക്കെ അത് അനുവദനീയമാണ് എന്നാണ് മൂന്നാമത്തെ അഭിപ്രായം. ഇത് ഇമാം ഉർവത്ത് ബിൻ സുബൈർ എന്നിവരുടെയും പിന്നെ ദാവൂദ് ളാഹിരി എന്നിവരുടെയൊക്കെ അഭിപ്രായം ഈ പറഞ്ഞതാണ്. രണ്ട് രൂപത്തിലാണെങ്കിലും അനുവദനീയമാണ് എന്നുള്ളതാണ്. നാലാമത്തെ അഭിപ്രായം, ലാ യജൂസുൽ ഇസ്തിഖ്ബാലു ലാ ഫി സ്വഹറാഇ വലാ ഫിൽ ബിന്യാൻ വയജൂസുൽ ഇസ്തിദ്ബാറു ഫീഹിമ. ഈ പിന്നെ മരുഭൂമിയിലാണെങ്കിലും കെട്ടിടങ്ങളുടെ ഉള്ളിലാണെങ്കിലും ഖിബ്ലക്ക് മുന്നിടൽ അനുവദനീയമല്ല. എന്നാൽ ഖിബ്ലക്ക് പിന്നിട്ടിരിക്കുന്നത് കൊണ്ട് ഈ രണ്ട് സ്ഥലങ്ങളിലും, അതായത് മരുഭൂമിയിലും കെട്ടിടങ്ങളുടെ ഉള്ളിലും ഖിബ്ലക്ക് പിന്നിട്ടിരിക്കൽ കൊണ്ട് അത് അനുവദനീയവുമാണ് എന്നാണ്. ഇതാണ് 4 അഭിപ്രായങ്ങൾ. ഈ 4 അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു വരുന്ന ഒരു സാഹചര്യം കൂടി എങ്ങനെയാണ് അതിൻ്റെ തെളിവ് പിടിച്ചത് എന്നൊക്കെ നോക്കാം. അപ്പോൾ വഹ്തജ്ജൽ മാനിഊന മുത്ലഖൻ ബി അഹാദീസി സ്വഹീബിൽ അഹാദീസി സ്വഹിഹ അൽ വാരിദത്തി ഫി നഹി മുത്ലഖൻ. അപ്പോൾ ഇത് നിരുപാധികം കെട്ടിടങ്ങളിലുള്ളിലാണെങ്കിലും മരുഭൂമിയിലാണെങ്കിലും ഖിബ്ലക്ക് മുന്നിട്ടിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ആളുകൾ അവർ തെളിവ് പിടിച്ചത് സ്വഹീഹായ ഹദീസുകൾ തന്നെയാണ്. അൽ വാരിദത്തി ഫിൻ നഹി മുത്ലഖൻ, നിരുപാധികം നഹി ചെയ്തുകൊണ്ട്. അത് എവിടെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. നിരുപാധികം ഖിബ്ലക്ക് മുന്നിടൽ നിരോധിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഹദീസുകൾ. ഏതുപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള സൽമാൻ എന്നിവരുടെ ഹദീസ്, നമ്മൾ നേരത്തെ വായിച്ച ഹദീസുകളിൽ സൽമാൻ എന്നിവരുടെ ഹദീസ്, അതുപോലെ അബൂ അയ്യൂബ് എന്നിവരുടെ ഹദീസും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹും ഇവരുടെയൊക്കെ ഹദീസിൽ വന്നിട്ടുള്ളത് മുത്തലഖ്, നിരുപാധികം ഖിബ്ലക്ക് മുന്നിടാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുപോലെ ഇവരെല്ലാത്തവരുടെയും ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്, ഖിബ്ലക്ക് നിരുപാധികം മുന്നിടാൻ പറ്റില്ല. അത് എവിടെ എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മൾ വായിച്ച ഹദീസുകളിലൊക്കെ എങ്ങനെയാണ്, ഒന്നാമത്തെ ഹദീസിലുണ്ടല്ലോ, അൻ സൽമാന ഖാല ഖീല ലഹു ഖദ് അല്ലമക്കും നബിയ്യുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ല ശൈഇൻ ഹത്തൽ ഖിറാഅത ഖാല ഫഖാല അജൽ ലഖദ് നഹാന അൻ നസ്തഖ്ബിലൽ ഖിബ്ലത ലിഗായിദിൻ ഔ ബൗലിൻ. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളൂ. നിരുപാധികം പറഞ്ഞു. എവിടെയാണ് സ്ഥലങ്ങൾ എന്നുള്ളതൊന്നും ഹദീസിന് വ്യക്തമല്ല. പിന്നെ അതുപോലെ രണ്ടാമത്തെ ഹദീസ്, സൽമാൻ എന്നിവരുടെ രണ്ടാമത്തെ ഹദീസിൽ അതുപോലെ തന്നെയാണുള്ളത്. പിന്നെ അബൂ അയ്യൂബ് എന്നിവരുടെ ഹദീസ് നോക്കുക. അൻ അബി അയ്യൂബിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇദാ അതൈതുമുൽ ഗായിദ ഫലാ തസ്തഖ്ബിലുൽ ഖിബ്ലത. ഈ ഹദീസിലും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. നിരുപാധികം നിരോധനമാണ്. എവിടെയാണ് എന്നുള്ള സ്ഥലം, അതായത് കെട്ടിടങ്ങളുടെ ഉള്ളിലാണോ മരുഭൂമിയിലാണോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. അതേപോലെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് നോക്കുക. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇദാ ജലസ അഹദുക്കും അലാ ഹാജതിഹി ഫലാ യസ്തഖ്ബിലുൽ ഖിബ്ലത വലാ യസ്തദ്ബിറുഹാ.
നിങ്ങളുടെ ആവശ്യം, അതായത് വിസർജന ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഖിബ്ലക്ക് മുന്നിടുകയോ പിന്നിടുകയോ ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ നിരുപാധികമായിട്ട് വന്നിട്ടുള്ള, അതായത് ഏത് മരുഭൂമിയിലാണ് അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ ഉള്ളിലാണ് എന്ന് വ്യക്തമാക്കി പറയാതെ വന്നിട്ടുള്ള ഈ ഹദീസുകളാണ് രണ്ട് സ്ഥലങ്ങളിലും ഇതിനെ നിരോധിച്ചുകൊണ്ട് അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളുകൾ തെളിവായി പിടിച്ചിട്ടുള്ളത്. അപ്പോൾ മരുഭൂമിയിലാണെങ്കിലും പറ്റില്ല, കെട്ടിടങ്ങളുടെ ഉള്ളിലാണെങ്കിലും പറ്റില്ല എന്ന് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ തെളിവ് പിടിച്ചത് ഈ പറഞ്ഞ ഹദീസുകളെയാണ്. പിന്നെ ഇതിങ്ങനെ തടയാൻ കാരണമായിട്ട് അവർ പറയുന്നത് ഇന്നമ മുനി, ഇത് ഖിബ്ലക്ക് മുന്നിടൽ തടയപ്പെട്ടതിൽ ഹുർമത്തിൽ ഖിബ്ലത്തി, ഖിബ്ലക്കുള്ള ഒരു പവിത്രത കാരണമായിട്ടാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വഹാദൽ മഅന മൗജൂദിൻ ഫിൽ ബുന്യാനി വസ്സുഹറാഇ, ഈ ഖിബ്ലക്ക് ഉള്ള പവിത്രത കാരണമായിട്ടാണ് ഇതിങ്ങനെ തടഞ്ഞതെങ്കിൽ അത് കെട്ടിടങ്ങളുടെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലൊക്കെ ഖിബ്ലയുടെ ആ പവിത്രതയെ മാനിക്കണമല്ലോ. അതുകൊണ്ട് രണ്ട് സ്ഥലത്തും പറ്റൂല എന്നുള്ളതാണ്, അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വലിയ അന്നഹു ലൗകാനുൽ ഹായിലു കാഫിയൻ ലജാസ ഫി സുഹറാഇ ലഅന്ന ബൈനന വബൈനൽ കഅബത്തി ജിബാലൻ വ ഔദിയതൻ വഗൈറ ദാലിക മിൻ അൻവാഇൽ ഹായിൽ. ഇനി മറയുണ്ടായാൽ അത് മതിയാകുമായിരുന്നെങ്കിൽ, നമ്മൾക്ക് മുമ്പിലിരിക്കുമ്പോൾ ഖിബ്ലക്ക് മുന്നിട്ടിരിക്കുമ്പോൾ അതിന് മുമ്പിൽ ഒരു മറയുണ്ടെങ്കിൽ അത് മതിയാകുമായിരുന്നെങ്കിൽ പിന്നെ മരുഭൂമിയിലൊക്കെ പറ്റുമായിരുന്നല്ലോ. കാരണം മരുഭൂമിയിലാണെങ്കിലും നമ്മളിരിക്കുമ്പോൾ അതിന് മുമ്പിൽ ഒരുപാട് മലകളുണ്ട്, ഒരുപാട് താഴ്വരകളുണ്ട്, അങ്ങനെ ഒരുപാട് മരങ്ങളും മറ്റുമായിട്ടൊക്കെ മലകളും മറ്റ് താഴ്വരകളൊക്കെ ആയിട്ട് മരുഭൂമിയിലാണെങ്കിലും നമ്മളുടെ മുമ്പിൽ മറകളുണ്ടാവുമല്ലോ. അപ്പം മറകൾ ഉണ്ടായാൽ ഇത് അനുവദനീയമാകുമായിരുന്നെങ്കിൽ മരുഭൂമിയിലെ വിഷയത്തിലാണെങ്കിലും അവിടെയും അനുവദനീയമാകുമായിരുന്നു. അതുകൊണ്ട് ഈ മറകൾ ഇല്ലാത്ത പ്രശ്നമില്ല, കഅബയുടെ ഹുർമത്ത് പാലിക്കുക, അതിനെ പരിപാലിക്കുക എന്നുള്ളതാണ്, അതിനെ പരിഗണിക്കുക എന്നുള്ളതാണ് ഇവിടെ കാരണം. അതുകൊണ്ട് അത് കെട്ടിടങ്ങളുടെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഒന്നും പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനെ അനുവദനീയമാക്കിയ ആളുകളോ, നിരുപാധികം അനുവദനീയമാക്കിയ ആളുകൾ, അതായത് മരുഭൂമിയിലാണെങ്കിലും പറ്റും, അതുപോലെ കെട്ടിടങ്ങളുടെ ഉള്ളിലാണെങ്കിലും ഖിബ്ലക്ക് മുന്നിട്ടിരിക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞ ആളുകൾ അവർ തെളിവായിട്ട് പിടിച്ചിട്ടുള്ളത് ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസാണ് അൽ മദ്കൂർ ഫിൽ കിതാബ്. നമ്മൾ ഇവിടെ ഈ ബാബിൽ പറഞ്ഞിട്ടുള്ള ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഖ്ബിലൻ ബൈത്തുൽ മുഖദ്ദിസി മുസ്തദ്ബിറൽ ഖിബ്ലത്തി ബി ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ. അപ്പോൾ ഈ ഹദീസിൽ മുസ്തഖ്ബിലൻ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് മുന്നിട്ടുകൊണ്ടും മുസ്തദ്ബിറൽ ഖിബ്ലത്തി ഖിബ്ലയിലേക്ക് മുന്നിട്ടുകൊണ്ടുമാണ് ഇരിക്കുന്നത്. ഈ ഹദീസ് ഒരു തെളിവായിട്ട് അവർ പറഞ്ഞു. രണ്ടാമത്തെ ഹദീസ് ബി ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബലഗഹു അന്ന ഉനാസൻ യക്റഹൂന ഇസ്തിഖ്ബാലൽ ഖിബ്ലത്തി ബിഫുറൂജിഹിം ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവഖദ് ഫഅലൂഹ ഹവ്വിലു ബിമഖഅദി ഐ ഇലൽ ഖിബ്ലത്തി. അപ്പോൾ ഒരു ഹദീസ് നമ്മൾ നേരത്തെ ഈ ബാബിൽ പറഞ്ഞിട്ടുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹദീസാണ്. അദ്ദേഹം റസൂൽ ഇങ്ങനെ മേലോട്ട് വീട്ടിൻ്റെ മുകളിൽ കയറി നോക്കിയപ്പോൾ റസൂൽ ഇങ്ങനെ പിന്നെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് മുന്നിട്ടിരിക്കുന്നതും ഖിബ്ലയിലേക്ക് മുന്നിട്ടിരിക്കുന്നതായിട്ട് കണ്ടു എന്ന് പറയുന്നു. ആ ഹദീസ് ഒരു തെളിവായിട്ട് പറഞ്ഞു. രണ്ടാമത്തെ ഹദീസ് ആയിഷ ബീവിയുടെ ഹദീസാണ്. ആ ഹദീസിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വിവരം എത്തി. എന്താണ്? അന്നുനാസിൻ യക്റഹൂന ഇസ്തിഖ്ബാലൽ ഖിബ്ലത്തി ബിഫുറൂജിഹിം, തങ്ങളുടെ മുൻദ്വാരങ്ങൾ കൊണ്ട് ഖിബ്ലക്ക് മുന്നിടലിന് കുറച്ച് ആളുകൾ വെറുക്കുന്നു എന്ന രൂപത്തിലൊരു ഹദീസ് റസൂലിൻ്റെ അടുക്കിലേക്ക് എത്താണ്. അപ്പോൾ അങ്ങനെ സംഭവം ഉണ്ട് എന്ന് റസൂൽ അറിഞ്ഞപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവഖദ് ഫഅലൂഹ, അവരങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു ഹവ്വിലു ബിമഖഅദി ഐ ഇലൽ ഖിബ്ലത്തി, ഞാൻ ഹവ്വിലു ബിമഖഅദി, എൻ്റെ ഇരിപ്പിടം നിങ്ങൾ തിരിക്കുക, ഇലൽ ഖിബ്ലത്തി, അത് അവിടെ ഉദ്ദേശിക്കുന്നത് ഇലൽ ഖിബ്ലത്തി, ഖിബ്ലയുടെ ഭാഗത്തേക്ക് നിങ്ങൾ തിരിക്കുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് റസൂൽ അങ്ങനെ പറയുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ഈ ഹദീസ് ഷറഹിലുണ്ടാവുള്ളൂ, നമ്മൾ ഈ ബാബിൽ പറഞ്ഞിട്ടില്ല. ഈ ഹദീസ് ഇമാം അഹ്മദ് എന്നവർ തന്നെ മുസ്നദിലും ഇബ്നു മാജ എന്നിവർ ഒക്കെ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതായാലും ഹസനാണ് ഇസ്നാദ്. അപ്പോൾ ഈ രണ്ട് ഹദീസുകളാണ് ഇത് നിരുപാധികം അനുവദനീയമാണ്, കെട്ടിടങ്ങളുടെ ഉള്ളിലായാലും മരുഭൂമിയിലായാലും ഖിബ്ലക്ക് മുന്നിട്ടുകൊണ്ട് വിസർജന ആവശ്യങ്ങൾക്ക് വേണ്ടി ഇരിക്കാം എന്ന് പറയുന്ന ആളുകൾ തെളിവ് പിടിച്ച ഹദീസ് ഈ രണ്ടെണ്ണമാണ്. പിന്നെ മൂന്നാമത്തേത് വഹ്തജമൻ അബാഹൽ ഇസ്തിദ്ബാർ ദൂനൽ ഇസ്തിഖ്ബാല, ഖിബ്ലക്ക് പിന്നിടാൻ പറ്റും, മുന്നിട്ടിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ആളുകൾ, കെട്ടിടങ്ങളുടെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലുമൊക്കെ ഖിബ്ലക്ക് മുന്നിടാം, പിന്നിട്ടിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ തെളിവായി പിടിച്ചത്
ഹദീസ് സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. ആ ഹദീസിൽ നമ്മൾ പറഞ്ഞല്ലോ, ലാ തസ്തഖ്ബിലുൽ ഖിബ്ലത എന്നാണ് ഹദീസിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഖിബ്ലയിലേക്ക് മുന്നിട്ട് ഇരിക്കരുത് എന്നാണല്ലോ. നഹാന അൻ നസ്തഖ്ബിലുൽ ഖിബ്ലത, ഖിബ്ലയിലേക്ക് മുന്നിട്ടിരിക്കലിനെ ഞങ്ങളോട് നിരോധിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഖിബ്ലക്ക് പിന്നിടണമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നിടലിൽ നിരോധിച്ചുകൊണ്ടുള്ള ഒരു കാര്യം അവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർ തെളിവായിട്ട് സ്വീകരിച്ചത് സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ്. അങ്ങനെ ആ ഹദീസ് തെളിവായി പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞത് ഖിബ്ലക്ക് മുന്നിടാൻ പറ്റില്ല, പിന്നിട്ടിരിക്കുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇനി മൻ ഹറമൽ ഇസ്തിഖ്ബാല വൽ ഇസ്തിദ്ബാറ, ഖിബ്ലക്ക് മുന്നിടലിനെയും പിന്നിടലിനെയും നിഷിദ്ധമാക്കിയ ആളുകൾ തെളിവ് പിടിച്ചു. എവിടെ? ഫിസ്സുഹറായി, മരുഭൂമിയിൽ വെച്ച് ഖിബ്ലക്ക് മുന്നിടലിനെയും പിന്നിടലിനെയും നിഷിദ്ധമാക്കിയ ആളുകൾ, അത് ഹറാമാണെന്ന് പറഞ്ഞ ആളുകളും വഅബാഹുമ ഫിൽ ബുന്യാനി, ഈ ഖിബ്ലക്ക് മുന്നിടലിനെയും പിന്നിടലിനെയും കെട്ടിടങ്ങളുടെ ഉള്ളിൽ വെച്ചാണെങ്കിൽ അനുവദനീയമാണ് എന്ന് പറയുകയും ചെയ്ത ആളുകൾ തെളിവായി പിടിച്ചത് ഹദീസ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസാണ് അൽ മദ്കൂർ ഫിൽ കിതാബ്. ഈ കിതാബിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹദീസ്, അതായത് ആ ഹദീസ് ഇങ്ങനെയാണ്. ഖാല അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ പറഞ്ഞു. അത് നമ്മളെ ഇതിൽ നോക്കിയാൽ കാണും കേട്ടോ, ഹദീസിൻ്റെ ഭാഗത്ത് നോക്കിയാൽ അവിടെ ഉണ്ട് ഹദീസ്. അപ്പോൾ ഖാല അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവർ പറഞ്ഞു, വലഖദ് റഖൈതു അലാ ദഹ്രി ബൈത്തിൻ, ഞാനൊരു വീടിൻ്റെ മുകളിൽ, അതായത് അദ്ദേഹത്തിൻ്റെ സഹോദരിയായ ഹഫ്സ ബീവിയുടെ വീടിൻ്റെ മുകളിൽ അദ്ദേഹം കയറി എന്ന് പറയുന്നു. ഫറഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാഇദൻ അലാ ലബിനതൈനി, അപ്പോൾ റസൂലിനെ ഞാൻ കണ്ടു ഖാഇദൻ അലാ ലബിനതൈനി, 2 ഇഷ്ടികകളുടെ മേലിൽ ഇരിക്കുന്നതായിട്ട്, മുസ്തഖ്ബിലൻ ബൈത്തുൽ മഖ്ദിസി ലിഹാജതിഹി, തൻ്റെ ഹാജത്തിന് വേണ്ടി, അതായത് വിസർജന ആവശ്യത്തിന് വേണ്ടി ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുന്നിട്ട് കൊണ്ട് ഒരു ഇഷ്ടികയുടെ മേലിരിക്കുന്നതായിട്ട് ഞാൻ റസൂലിനെ കണ്ടു എന്നാണ് ഹദീസിലുള്ളത്. അപ്പോൾ ഈ ഹദീസ് മനസ്സിലാവുന്നത് ഇഷ്ടികയുടെ മുകളിൽ നിന്ന്, വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടു എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നത് അത് ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ വെച്ചാണ്, അവിടെ കെട്ടിടത്തിൻ്റെ ഉള്ളിലായിട്ടാണ് റസൂൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ ഖിബ്ലക്ക് പിന്നിട്ട്, അല്ലെങ്കിൽ ഖിബ്ലയുമായി ബന്ധപ്പെട്ട് അവിടെ പരാമർശിക്കുന്നുണ്ടോ? അവിടെ എങ്ങനെയാണ് മുസ്തഖ്ബിലൻ ബൈത്തുൽ മുഖദ്ദസി എന്നാണ്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുന്നിട്ട് കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ മദീനയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ മുന്നിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്ക് ഭാഗം എന്തായിരിക്കും? ഖിബ്ലയുടെ ഭാഗത്തേക്കായിരിക്കും. അവിടുത്തെ ഡയറക്ഷൻ അങ്ങനെയാണ്. ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ തിരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നമ്മളുടെ പുറകു ഭാഗം സ്വാഭാവികമായിട്ടും ഖിബ്ലയുടെ ഭാഗത്തേക്കായിട്ടാണ് വരിക. അപ്പോൾ അങ്ങനെയാണ് ഹദീസ് മനസ്സിലാക്കേണ്ടത്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുന്നിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഖിബ്ലയിലേക്ക് പിന്നിട്ടിരിക്കുക എന്നാണ്. അപ്പോൾ അത് കെട്ടിടങ്ങളുടെ മുന്നിൽ നിന്ന് കെട്ടിടങ്ങളുടെ ഉള്ളിൽ വെച്ചാണെങ്കിൽ അനുവദനീയമാണ് എന്ന് പറയാൻ കാരണം, ഇദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു വീട്ടിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് നോക്കുമ്പോൾ 2 ഇഷ്ടികയുടെ മേൽ റസൂൽ ഇരിക്കുന്നതായിട്ട് കണ്ടു, ഈ രൂപത്തിലിരിക്കുന്നതാണ് കണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ട് അവർ പറഞ്ഞു കെട്ടിടങ്ങളുടെ ഉള്ളിൽ വെച്ചാണെങ്കിൽ ഇത് അനുവദനീയമാണ് എന്നും അവർ പറഞ്ഞു. പിന്നെ അതുപോലെ ഒബി ഹദീസ് ആയിഷത്ത അല്ലതൊക്കെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആയിഷ ബിയുടെ ഹദീസ്, അതായത് റസൂലിനോട് ഇങ്ങനെ അവരുടെ മുൻകാരങ്ങൾ ഖിബ്ലയിലേക്ക് മുന്നിട്ടിരിക്കുന്നതിനെ കുറച്ചാളുകൾ വെറുക്കുന്നു എന്ന് പറഞ്ഞൊരു ഹദീസ് പറഞ്ഞല്ലോ, ആ ഹദീസിന് തെളിവായിട്ട് പിടിച്ചു. പിന്നെ അതുപോലെ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസ്തഖ്ബിലുൽ ഖിബ്ലത ബിഖൗലിൻ ഫറഅയ്തുഹു ഖബ്ല അൻ യഖ്ബില ബിആമിൻ യസ്തഖ്ബിലുഹാ എന്ന് പറഞ്ഞിട്ട്, റസൂൽ വഫാത്താവുന്നതിൻ്റെ 1 വർഷം മുമ്പ് പിന്നെ ഖിബ്ലക്ക് മുന്നിൽ റസൂൽ ഇരിക്കുന്നതായിട്ട് ഞാൻ റസൂലിനെ കണ്ടു എന്ന് പറയുന്ന ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസും അവർ തെളിവായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ മർവാൻ എന്നൊരു ഹദീസ് ഖാല റഅയ്തു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ട സംഭവം പറയാണ്. അദ്ദേഹം പറയുന്നത് റഅയ്തു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ എന്നിവർ ഞാൻ കണ്ടു, അനാഖ റാഹിലതുഹു, അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിന് മുട്ടുകുത്തിച്ച് മുസ്തഖ്ബിലുൽ ഖിബ്ലത്തി, ഖിബ്ലയുടെ ഭാഗത്തേക്ക് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഒട്ടകത്തിനെ മുന്നിടിച്ച്, സുമ്മ ജലസ, പിന്നെ അദ്ദേഹം ഇരുന്നിട്ട് യബൂലിരിഹ, ആ ഒട്ടകത്തിൻ്റെ ഭാഗത്തേക്കായിട്ട് അദ്ദേഹം മൂത്രമൊഴിക്കുന്നു. ആ ഒട്ടകം നിൽക്കുന്നത് ഖിബ്ലയുടെ ഭാഗത്താണ്. അപ്പോൾ ഒട്ടകത്തിൻ്റെ ഭാഗത്തേക്കായിട്ട് മൂത്രമൊഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ഖിബ്ലയുടെ ഭാഗത്തേക്കായിട്ട് മൂത്രമൊഴിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഖുൽതു, അപ്പോൾ മർവാൻ എന്നവർ പറയുകയാണ്, യാ അബ്ദുറഹ്മാൻ അലൈസ ഖദ് നഹാ അൻ ഹാദാ, ഇതിനെ തൊട്ട് റസൂൽ നമ്മളെ നിരോധിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ ഖദ് നുഹിയ അൻ ഹാദാ, ഇതിനെ തൊട്ട് നമ്മളെ നിരോധിക്കപ്പെട്ടിട്ടില്ലേ
എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബല, അത് ഇന്നമ നുഹിയ അൻ ദാലിക ഫിൽ ഫളാഇ, നിശ്ചയമായും ഇങ്ങനെ ചെയ്യൽ നിരോധിക്കപ്പെട്ടത് മരുഭൂമിയിൽ വെച്ചാണ്. ഫഇദാ കാന ബൈനക വബൈനൽ ഖിബ്ലതി ഷൈഉൻ യസ്തുറുക, നിന്റെയും ഖിബ്ലയുടെയും ഇടയിൽ നിന്നെ മറക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫല ബഅസ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമായി ബന്ധപ്പെട്ടൊരു സംഭവം പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് കെട്ടിടങ്ങളുടെ ഉള്ളിൽ വെച്ചാണെങ്കിൽ ഖിബ്ലക്ക് മുന്നിടൽ അനുവദനീയമാണ്, മരുഭൂമിയിലാണെങ്കിൽ അനുവദനീയമല്ല എന്ന് പറയുന്ന ആ വിഭാഗം ആളുകൾ തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ഫഹാദിഹി അഹാദീസുൻ സ്വഹീഹത്തുൻ മുസ്രിഹത്തുൻ ബിൽ ജവാസ് ബിൽ ബുന്യാൻ, ഈ ഹദീസൊക്കെ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇത് കെട്ടിടങ്ങളുടെ ഉള്ളിൽ അനുവദനീയമാണ് എന്നുള്ളതാണ്. ഏതായാലും പിന്നെ നമുക്ക് ഇപ്പോൾ ഇതിൽ രണ്ട് രൂപത്തിലെ ഹദീസുകൾ വന്നിട്ടുള്ളത്. അബൂ അയ്യൂബ് എന്നിവരുടെയും സൽമാൻ എന്നിവരുടെയും അബൂ ഹുറൈറ, ഈ മൂന്നാളുകളുടെയും റളിയല്ലാഹു അൻഹും, ഈ മൂന്നാളുകളുടെയും ഹദീസ്, വഗൈരിഹിം അവരെല്ലാത്തവരുടെയും ഹദീസൊക്കെ വറദത്ത് ബിൻ നഹി, അത് നഹിയായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് ഖിബ്ലക്ക് മുന്നിട്ടിരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്കതിനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെ, ഫയഹ്മിലു അല സ്വഹറാഇ, അത് മരുഭൂമിയിലാണെങ്കിൽ പറ്റൂല എന്നുള്ള രൂപത്തിൽ ആ ഹദീസിനെ നമ്മൾ പിന്നെ ജംഅ ചെയ്യുന്ന രൂപമാണ് പറഞ്ഞത് കേട്ടോ. ജംഅ ചെയ്യുന്ന രൂപമാണ്. റസൂൽ ചില സ്ഥലങ്ങളിൽ ഖിബ്ലക്ക് മുന്നിട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും പിന്നെ ഇവിടെ പറ്റൂല എന്ന് പറഞ്ഞിട്ടുള്ള ഈ 3 പിന്നെ സ്വഹാബാരുടെ ഹദീസും പറഞ്ഞല്ലോ. അപ്പോൾ ഇത് രണ്ടും കൂടി ജംഅ ചെയ്യാണ്. പറ്റൂല എന്ന് പറയുന്നതും പിന്നെ റസൂൽ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതും തമ്മിൽ വൈരുദ്ധ്യം ഉണ്ടല്ലോ. അപ്പോൾ ആ ഹദീസുകളെ ജംഅ ചെയ്യുന്ന രൂപമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെയും സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും അബൂ അയ്യൂബ് എന്നിവരുടെയും റളിയല്ലാഹു അൻഹു എന്നിവരുടെയും ഹദീസിനെ അവർ നിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഹദീസ് ഫഹ്മലു അല സ്വഹറാഇ, അത് മരുഭൂമിയിലാണെങ്കിലാണ് നിരോധിച്ചിട്ടുള്ളത് എന്ന രൂപത്തിൽ അതിനെ ചുമത്തേണ്ടി വരും. പിന്നെ ബാക്കിയുള്ള ഹദീസുകൾ അത് പിന്നെ കെട്ടിടങ്ങളുടെ ഉള്ളിലായിരിക്കുമ്പോഴാണ് റസൂൽ അങ്ങനെ ചെയ്തത് എന്നുള്ള രൂപത്തിലും പറയേണ്ടി വരും. അപ്പോൾ പിന്നെ ഹദീസിൽ അങ്ങനെ നമുക്ക് ജംഅ ചെയ്യാൻ പറ്റും. ജംഅ ചെയ്യുന്ന രൂപം അങ്ങനെ ഒരു ജംഅ ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ 2 ഹദീസുകളെയും സ്വീകരിക്കണമെന്നാണല്ലോ. സ്വഹീഹായിട്ടുള്ള 2 ഹദീസുകളാണ്. അപ്പോൾ ഇത് രണ്ടിനെയും സ്വീകരിക്കണം. ജംഅ ചെയ്യേണ്ട രൂപത്തിൽ അതിനെ ജംഅ ചെയ്യുകയും വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പിന്നെ ഇനി ഖിബ്ലക്ക് പിന്നിടാൻ പറ്റും എന്ന് പറഞ്ഞ ആളുകൾ, വമാമൻ അബാഹൽ ഇസ്തിദ്ബാറ ഫയഹ്തജു അലാ റദ്ദി മദ്ഹബിഹി ബിൽ അഹാദീസി അസ്സഹീഹ അൽ മുസ്രിഹത്തി ബിൻ നഹി അൽ ഇസ്തിഖ്ബാൽ വൽ ഇസ്തിദ്ബാർ ജമീഅൻ കഹദീസി അബീ അയ്യൂബ. അപ്പോൾ ഒരു ഹദീസിൽ എന്തായാലും പിന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അബൂ അയ്യൂബ് എന്നൊരു ഹദീസിൽ ഖിബ്ലക്ക് പിന്നിടുകയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഹദീസ് വെച്ചുകൊണ്ട് ഖിബ്ലക്ക് പിന്നിടാൻ പറ്റും എന്ന് പറയുന്ന ആളുകളുടെ വാദത്തിനെതിരായിട്ടുള്ള തെളിവായിട്ട് ആ ഹദീസിനെ നമുക്ക് കൊണ്ടുവരാനും പറ്റും. ഏതായാലും ഇങ്ങനെയാണ് ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടതും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ പിടിച്ച തെളിവുകളൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ രൂപത്തിലാണ്. ഏതായാലും ഇതിൻ്റെ മസ്അലകൾ നമ്മൾ നോക്കാം. ഫർഉൻ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗത്ത് ശറഹിൽ വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ഒരുപാട് ഷാഫി മദ്ഹബുമായി ബന്ധപ്പെട്ട മസ്അലകളാണ് പറയുന്നത്. ഒന്നാമത്തെ മസ്അല അൽ മുഖ്താർ ഇൻദ അസ്ഹാബിന അന്നഹു ഇന്നമാ യജൂസുൽ ഇസ്തിഖ്ബാലു ബിൽ ഇസ്തിദ്ബാർ ഫിൽ ബുന്യാൻ. എന്താണ് ഷാഫി മദ്ഹബിൽ നമ്മളുടെ അസ്ഹാബിൻ്റെ അടുക്കൽ പ്രബലമായിട്ടുള്ള അഭിപ്രായം, കെട്ടിടങ്ങളുടെ ഉള്ളിൽ വെച്ചാണെങ്കിൽ ഖിബ്ലക്ക് പിന്നിട്ടും ഇരിക്കുന്നത് അനുവദനീയമാണ്. എപ്പോൾ ഇതാക്കാന ഖരീബൻ മിൻ സാതിരിൻ മിൻ ജുദ്റാൻ വനഹ്വിഹ, ചുമര് പോലത്തെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ നമ്മളുടെ അടുത്താണെങ്കിൽ, ഇരിക്കുന്ന ആളുടെ അടുത്താണ് ചുമര് അല്ലെങ്കിൽ മറ്റുള്ള മറകൾ എങ്കിൽ എന്ത് ചെയ്യാം, കെട്ടിടങ്ങളുടെ ഉള്ളിൽ വെച്ച് ഖിബ്ലക്ക് മുന്നിട്ട് അല്ലെങ്കിൽ പിന്നിട്ട് കൊണ്ടൊക്കെ വിസർജനം നടത്തൽ അനുവദനീയമാണ് എന്നാണ് ഷാഫി മദ്ഹബിലെ അഭിപ്രായം. പിന്നെ മിൻ ഹൈസി യകൂന ബൈനഹു വബൈനഹു സലാസത്തു അദ്റാഇൻ, ഏത് രൂപത്തിലാണ് ഈ മറയുടെയും വിസർജനം നടത്തുന്ന ആളുടെയും ഇടയിൽ 3 മുഴത്തിൽ കൂടാത്ത 3 മുഴം അല്ലെങ്കിൽ അതിൽ കുറവായിട്ടുള്ള ദൂരമേ പാടുള്ളൂ. പിന്നെ അതുപോലെ വേറൊരു ഷർത്തും കൂടി ഉണ്ട്, അൻയകൂനൽ ഹായിലു മുർതഫിഅൻ ബിഹൈസി യസ്തുറു അസാഫിലിൽ ഇൻസാനി, അവിടെയുള്ള ആ മറ എന്നുള്ളത് എന്താകണം, മനുഷ്യൻ്റെ താഴ്ഭാഗത്തേക്ക് ഇരിക്കുമ്പോൾ അവൻ്റെ താഴ്ഭാഗത്തേക്ക് മറക്കുന്ന രൂപം, അതായത് അതിനവർ കണക്കാക്കിയിട്ടുള്ളത് 3/2 മുഴം എന്നുള്ള. അപ്പോൾ 3/2 മുഴം വലിപ്പമുള്ള ഒരു മറയെങ്കിലും ആയിരിക്കണം. ഇങ്ങനെ ആകുമ്പോഴാണ് എന്ത് ചെയ്യുക, കെട്ടിടങ്ങളുടെ ഉള്ളിൽ വെച്ചാണെങ്കിൽ ഖിബ്ലക്ക് മുന്നിട്ടോ അല്ലെങ്കിൽ പിന്നിട്ടോ ഒക്കെ
വിസർജനം നടത്താൻ അനുവദനീയമാവുക. ഇൻസാദ മാ ബൈനഹു വ ബൈനഹു, ഇനി മറയുടെയും അവൻ്റെയും ഇടയിലുള്ള ദൂരം അധികരിച്ചാൽ അലാ സലാസത്തി അദ്റുഇൻ, 3 മുഴത്തേക്കാൾ അധികരിച്ചു. അതല്ലെങ്കിൽ ഖസറൽ ഹായിലു, ഈ മറയുടെ വലിപ്പം 2 മുഴത്തിനേക്കാൾ കുറഞ്ഞു പോയി എങ്കിൽ ഫഹുവ ഹറാമുൻ കസ്സുഹ്റാഇ, മരുഭൂമിയിലുള്ളതുപോലെ തന്നെ കെട്ടിടങ്ങളുടെ ഉള്ളിൽ വെച്ചാണെങ്കിലും അത് ഹറാമാകും എന്നാണ് പറയുന്നത്. ഇനി ഇതാണെങ്കിൽ ഇനി വിസർജിക്കാതിരിക്കുന്നത് ഒരു സാധാ കെട്ടിടത്തിൻ്റെ ഉള്ളിലല്ല, ഈ വിസർജന ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു കെട്ടിടമാണെങ്കിൽ, അതായത് നമ്മൾ ഖലാ പോലെ അതിനായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു കെട്ടിടമാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം, ഫല ഹജറ ഫീഹി കൈഫ് ഖാൻ, അവിടെ എങ്ങനെ ഇരുന്നാലും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതിനായിട്ട് ഉണ്ടാക്കപ്പെട്ടൊരു കെട്ടിടമാണെങ്കിൽ അവിടെ എങ്ങനെ ഇരുന്നാലും ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഇങ്ങനെയാണെങ്കിലോ മരുഭൂമിയിൽ ഒരാൾ വിസർജിക്കാതിരിക്കും. ഇപ്പോൾ മരുഭൂമിയിൽ ഹറാമാണെന്ന് പറഞ്ഞു, പക്ഷേ ഇനി മരുഭൂമിയിൽ ഒരാൾ വിസർജിക്കാനിരിക്കുകയാണ്, അയാൾ ഈ പറഞ്ഞ രൂപത്തിൽ ഈ പറഞ്ഞ ഷർത്തുകളൊക്കെ പാലിച്ചുകൊണ്ട്, അതായത് 3-2 മുഴമുള്ള മറയാണ്, അവൻ്റെയും മറയുടെയും ഇടയിൽ 3 മുഴത്തിൽ കുറഞ്ഞ ദൂരമേ ഉള്ളൂ, അങ്ങനെ അല്ലെങ്കിൽ 3 മുഴ ദൂരമുള്ളൂ, അങ്ങനെ ഒരു മറയൊക്കെ വെച്ചിട്ട് മരുഭൂമിയിൽ അയാൾ വിസർജിക്കുകയാണെങ്കിൽ, ഖിബ്ലയ്ക്ക് മുന്നിട്ട് വിസർജിക്കുകയാണെങ്കിൽ അവിടെ അത് പ്രശ്നമില്ല. അവിടെ എന്ത് ചെയ്യും, ആ ഹറാമാണ് എന്നുള്ളത് നീങ്ങിപ്പോകും. കാരണം അവിടെ എന്താണ്, ഖിബ്ലയ്ക്ക് മുന്നിൽ ഖിബ്ലയുടെ ഭാഗത്തായിട്ടൊരു മറയുണ്ടാവുക എന്നുള്ളതാണ് അവിടെ ആവശ്യം. അതിവിടെ സാധ്യമാവുന്നുണ്ട്. അപ്പോൾ എന്താവും, ആ തഹരീം അവിടെ നിന്ന് നീങ്ങിപ്പോകും. ഇവിടെ പരിഗണന എന്തിനാണ്, മറയുണ്ടാവുക എന്നുള്ളതാണ്. ഇതാണ് ഷാഫി മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ഒരാൾക്ക് ഖിബ്ലയ്ക്ക് മുന്നിട്ട് ഇരിക്കാം, അപ്പോൾ ഈ പറഞ്ഞ അത് അനുവദനീയമാണ്, ഈ പറഞ്ഞ ഷർത്തുകളൊക്കെ ലഭ്യമാണ്, അതുകൊണ്ട് ഖിബ്ലയ്ക്ക് മുന്നിട്ട് ഇരിക്കൽ അനുവദനീയമാണ്. പക്ഷേ അയാൾക്ക് ഖിബ്ലയുടെ ഭാഗത്ത് നിന്ന് മാറിയിരിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ അത് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇവിടെ ഖിബ്ലയുടെ ഭാഗത്ത് നിന്ന് മാറിയിരിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഖിബ്ലയുടെ ഭാഗത്ത് നിന്ന് മാറിയിരിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഖിബ്ലയ്ക്കുള്ളൊരു ഹുർമത്തിനെ സൂക്ഷിക്കാൻ വേണ്ടി ആ ഭാഗത്ത് നിന്ന് മാറിയിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇനി അടുത്തായിട്ട് വേറൊരു മസ്അല ഇതിൽ പറയുന്നത് ജുസുൽ ജിമാഉ മുസ്തഖ്ബിലൽ ഖിബ്ലതി, ഖിബ്ലയുടെ ഭാഗത്തേക്ക് മുന്നിട്ടുകൊണ്ട് ജിമാഅ് ചെയ്യാൻ അനുവദനീയമാണോ എന്നുള്ളതാണ്. അത് അനുവദനീയമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഷാഫി മദ്ഹബിലും അനുവദനീയമാണ്. ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെട്ട് ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഭാഗത്തേക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കുന്നത് ഹറാമൊന്നുമല്ല, എങ്കിലും അത് കറാഹത്താണ് എന്നാണ് പറയുന്നത്. വേറെ മസ്അല പറയുന്നത്, നമ്മൾ വിസർജിക്കുന്ന അവസരത്തിൽ ഒരാൾ വിസർജിക്കുന്ന അവസരത്തിൽ ഖിബ്ലയ്ക്ക് മുന്നിട്ടും പിന്നിട്ടൊന്നും ഇരുന്നില്ല, അയാളെന്ത് ചെയ്തു, അവിടുന്ന് ഖിബ്ലയുടെ ഭാഗത്തുനിന്ന് മാറിയിരുന്നു. എന്നിട്ട് മനോഹരം ചെയ്യുന്ന സമയത്ത് അയാൾ ഖിബ്ലയ്ക്ക് മുന്നിട്ടോ അല്ലെങ്കിൽ പിന്നിട്ടോ ഒക്കെ ഇരിക്കാൻ ഉദ്ദേശിച്ചാൽ അത് അനുവദനീയമാണ് എന്നാണ് ശറഹിൽ കാണുന്നത്. ഏതായാലും നമ്മൾ ഈ കഅബയുടെ ഹുർമത്തിനെ അല്ലെങ്കിൽ ഖിബ്ലയുടെ ഹുർമത്തിനെ പാലിക്കാൻ വേണ്ടി പരമാവധി ഖിബ്ലയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കലാണ് നല്ലത് എന്ന് തന്നെയാണ് ഇതിൽ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. അടുത്തത് ഇസ്തിൻജാവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, മനോഹാരം ചെയ്യുന്ന ആദാബുൽ ഇസ്തിൻജാ. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് നമ്മൾ മനോഹാരം ചെയ്യാൻ വലതു കൈ ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ്. വലതു കൈ ഇങ്ങനെയുള്ള ഇസ്തിൻജാ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി വലതു കൈ ഉപയോഗിക്കാതിരിക്കലാണ് സുന്നത്ത്. ഇനി കല്ലുകൊണ്ട് മനോഹാരം ചെയ്യുകയാണെങ്കിൽ 3 വട്ടം തടവൽ നിർബന്ധമാണ്. 3 വട്ടം എന്തായാലും തടവൽ നിർബന്ധമാണ് എന്നാണ് നമ്മുടെ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായം. ഇനി ഒരു കല്ലിൻ്റെ തന്നെ 3 ജുസുകൾ കൊണ്ട് തടവിയാലും പ്രശ്നമൊന്നുമില്ല. അതിലേറ്റവും നല്ലത് 3 വ്യത്യസ്തമായ കല്ലുകൾ ഉപയോഗിച്ച് കൊണ്ട് മനോഹരം ചെയ്യൽ തന്നെയാണ്. അതുപോലെ ഇനി ഒരാൾക്ക് മൂത്രക്കലും കാഷ്ടിക്കലും ഒരേ സമയത്താണ് ഉണ്ടായത്, അപ്പോൾ മുൻദ്വാരവും പിൻദ്വാരവും 3 വട്ടം, മൊത്തം 6 വട്ടം തടവേണ്ടി വരും. 6 വട്ടത്തിനും 6 കല്ലുകൾ ഉപയോഗിക്കൽ തന്നെയാണ് അഫ്ളൽ. ഇനി ഒരു കല്ലിൻ്റെ 6 വശങ്ങൾ കൊണ്ട് തടവിയാലും അതും സാധ്യമാകും എന്ന് തന്നെയാണ് ശറഹിൽ കാണുന്നത്. ഇനി അതുപോലെ ഈ കല്ല് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് കല്ല് തന്നെ ആവണമെന്നില്ല, എന്ത് ചെയ്യാം, തുണിക്കഷ്ണങ്ങൾ ഉപയോഗിക്കാം. ആ തുണിക്കഷ്ണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് മനോഹരം ചെയ്താൽ ആ വിസർജനത്തിൻ്റെ നനവ് അതിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തുന്നില്ല എങ്കിൽ അത്തരം
പിന്നെ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് മനോഹാരം ചെയ്യാം എന്നാണ് പറയുന്നത്. പിന്നെ അപ്പോൾ ഇവിടെ കല്ല് എന്ന് ഹദീസിൽ ഉദ്ദേശിച്ചത് നമ്മൾക്ക് സാധാരണ ഉപയോഗിക്കാൻ എത്രയും പെട്ടെന്ന് കിട്ടുന്ന കാര്യം അല്ലെങ്കിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള രൂപം എന്നുള്ളത് കല്ലായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ കല്ല് നജസിനെ വലിച്ചെടുക്കുകയും ചെയ്യണം, അതുകൊണ്ടാണ് അങ്ങനെ കല്ല് എന്നുള്ളത് ഹദീസിൽ പറഞ്ഞത് എന്നാണ് ഷർഹിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മൾ മുഹറമാത്ത് വന്ദിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. മനോഹാരം ചെയ്യുന്ന വിഷയത്തിൽ വന്ദിക്കപ്പെടുന്ന ഇതുപോലെ ഖുർആൻ്റെ ഏടുകൾ അല്ലെങ്കിൽ കിതാബുകളുടെ ഏടുകൾ വന്ദിക്കപ്പെടുന്ന സംഭവങ്ങളൊന്നും അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഇതിൽ തന്നെ എല്ലുകളെ കൊണ്ട് മനോഹാരം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എല്ലുകൾ കൊണ്ട് മനോഹാരം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എല്ലുകൾ ജിന്നുകളുടെ ഭക്ഷണ സാധനം ആയതുകൊണ്ടാണ്. ജിന്നുകളുടെ ഭക്ഷണം ആണ് എല്ല് എന്നതുകൊണ്ടാണ് എല്ലുകൾ കൊണ്ട് മനോഹാരം ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പോൾ എല്ല് പോലെ തന്നെയാണ് ബാക്കിയുള്ള മത്തൊക്കെ നമ്മൾ ഭക്ഷിക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ല് പോലെ തന്നെയാണ്. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, മനോഹാരം ചെയ്യൽ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പിന്നെ അവസാനത്തെ ഹദീസിലാണ് ഫവജദ്ന മറാഹില എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ പറഞ്ഞത്. മറാഹിൽ എന്ന് പറഞ്ഞാൽ മിർഹാദിൻ്റെ ആണ്. അത് അൽ ബൈത്തു അൽ മുത്തഖദ് ലിഖളാഇ ഹാജത്തിൽ ഇൻസാനി അൽ തൗബത്തി, അതായത് മനുഷ്യൻ്റെ വിസർജന ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഒരു കെട്ടിടം എന്നാണ് മറാഹിദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റസൂലിനെ കണ്ടു, വീടിൻ്റെ മുകളിൽ കയറിയപ്പോൾ റസൂൽ വിസർജിക്കാനിരിക്കുന്നതായിട്ട് കണ്ടു എന്ന് പറയുന്നത് അത് റുയതുഹു ഫവഖഅത് ഇത്തിഫാഖൻ, അതൊരു യാദൃശ്ചികമായിട്ട് സംഭവിച്ചിട്ടുള്ളൊരു കാണലാണ്, അല്ലാതെ അത് കാണാൻ വേണ്ടി കയറി എന്നുള്ള രൂപത്തിലൊന്നുമല്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യാദൃശ്ചികമായി വീടിൻ്റെ മുകളിൽ കയറിയപ്പോൾ റസൂൽ അങ്ങനെ ഇരിക്കുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ മസ്അലയുമായി ബന്ധപ്പെട്ട് ഈ ഷറഹിൽ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ ഇനിയും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കൂടി അത് വായിക്കുക. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ കവർ ചെയ്തു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഭാഗങ്ങൾ ഹദീസൊക്കെ അടുത്ത ക്ലാസ്സിലെടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.